വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ്. കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വിശേഷങ്ങളാട്ടോ കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു പുട്ടും മുതിരയും ആക്കാന്ന് കേട്ടോ. നല്ല കോമ്പിനേഷൻ അല്ലേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും. എന്നിട്ട് നമ്മുടെ ഈ പൊടിയിലേക്ക് വീത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില കൂട്ടുകാർ പച്ചവെള്ളത്തിൽ അങ്ങോട്ട് പൊടിയൊക്കെ കുഴച്ച് പുട്ടുണ്ടാക്കുന്നത് കാണാം. എൻ്റെ പൊന്നു, അങ്ങനെയൊന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. കല്ല് പോലെ ഇരിക്കും. ഒരു 10 മിനിറ്റ് നമ്മൾ ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചാൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല വെട്ടിത്തിളച്ച വെള്ളം, അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ വെട്ടിത്തിളപ്പിച്ച് പൊടിയിലേക്ക് വീത്തി കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി എടുത്താൽ നല്ല സോഫ്റ്റായ രീതിയിലുള്ള നമ്മുടെ പുട്ട് റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ മുതിര വേവിക്കാനായിട്ട് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. മുതിരൊക്കെ തോളിച്ച ശേഷം ഞാൻ ലഞ്ച് ബോക്സ് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അതിനിടയിൽ പാത്തൂസിനെ ഒരുക്കി നിർത്തി. അങ്ങനെ മോൻ ലഞ്ച് ബോക്സ് എടുത്തിട്ട് സ്കൂളിലേക്ക് പോയി. അതിന് തൊട്ട പിന്നാലെ പാത്തൂസും ഞാനിതാ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഓട്ടോറിക്ഷ കാത്ത് നിൽക്കാട്ടോ. അപ്പോൾ അവൾ സ്കൂൾ വണ്ടി വരുന്നത് വരെ അങ്ങോട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവൾ വണ്ടിയിൽ കയറി അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ കിടുക്കാച്ചി വെറൈറ്റി മീൻകറി ആയിട്ടോ സെറ്റാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നാളികേരവും ചെറുള്ളി, പെരിഞ്ചീരകം, ഇഞ്ചി പേസ്റ്റ്, തക്കാളിക്കുട്ടൻ അരിഞ്ഞത്, ചെറുള്ളി പാകത്തിന് കേട്ടോ നല്ലപോലെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സി ജാറിലിട്ടോ. എന്നിട്ട് പാകത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ കായം പുരട്ടി സെറ്റാക്കിയതാട്ടോ. മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ച് കായം പുരട്ടി സെറ്റാക്കിയതാണ്. ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. അങ്ങനെ ഫ്രൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സ്പെഷ്യലായിട്ട് എന്താണ് ഉണ്ടാക്കിയത്? കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോയത് കേട്ടോ കൂട്ടുകാരെ. പുരട്ടാനായിട്ട് ഞാൻ ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി പാകത്തിന്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് കേട്ടോ. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് മീൻ അതിലോട്ടിട്ട് മിളക് പറ്റി സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് 2 സെക്കൻഡോളം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. വല്ലാണ്ട് ഫ്രൈ ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ടൊന്ന് 2 സെക്കൻഡോളം ഫ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് അരപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു. പാകത്തിന് പുളി പിഴിഞ്ഞതൊഴിച്ചു. പാകത്തിന് ഉപ്പിട്ടു. പിന്നെ പച്ചമുളക് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് മുളകിൻ്റെ കുത്തൊക്കെ ഒതുങ്ങിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോരുത് കേട്ടോ. കൂട്ടത്തിൽ ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഇല്ലേ? എല്ലാവരും മറന്നു പോകുന്നുണ്ടല്ലേ? സ്കിപ്പ് ചെയ്യാതെ കാണാനും മറന്നു പോകുന്നുണ്ടല്ലേ? എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ. അപ്പോൾ വെറൈറ്റി റെസിപ്പി ആയിട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചു. അപ്പോൾ താറ് നല്ല പോലെ അങ്ങോട്ട് തിളച്ച് കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ ഈ മീൻകറി, വെറൈറ്റി മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മുടെ മീൻകറി സെറ്റാക്കിയെടുക്കാൻ. ഈ രീതിയിൽ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിക്കോ കൂട്ടുകാരെ. മീനൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഇതേപോലെ മുളക് പറ്റി സെറ്റാക്കി
ഫ്രിഡ്ജിലോട്ട് വെച്ച് എന്നിട്ട് പുറത്തേക്ക് എടുത്തൊന്ന് വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതേ രീതിയിലൊന്ന് അരപ്പൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയെടുത്ത് മീൻ കറിയെങ്കിൽ സെറ്റാക്കിയെടുത്ത് നോക്കൂ കൂട്ടുകാരെ, അടിപൊളിയായിരിക്കും കേട്ടോ. പെറ്റി സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഇതാ വെട്ടി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് ഇതാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് തോരൻ വെക്കണം, കറി തൂളിക്കണം, പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഇതാ മീനൊക്കെ ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ക്യാരറ്റ് തോരൻ വെക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ ഐറ്റംസും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനുകുന അരിഞ്ഞ ചെറുള്ളിയും കറിവേപ്പിലയും സെറ്റാക്കി വെച്ചത് വെളിച്ചെണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്ത ശേഷം കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് കറിയിലോട്ടൊഴിച്ച് എൻ്റെ പൊന്നോ, ഇത്രയും ടേസ്റ്റിൽ ഞാൻ മീൻ കറി ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഈ മീൻ കറിക്ക്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. വെറൈറ്റി മീൻ കറിയും മീൻ ഫ്രൈയും സെറ്റായിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് ക്യാരറ്റ് തോരൻ വയ്ക്കാം. ക്യാരറ്റ് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്തേക്ക് ഒരു ചീഞ്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം സബോള കുട്ടനരിഞ്ഞത്, മീഡിയം സൈസുള്ള സബോള കുഞ്ഞു അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. അതിന് ശേഷം 2 സെക്കൻഡോളം ഇളക്കി സെറ്റാക്കിയ ശേഷം നമ്മുടെ നാളികേരം പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 സെക്കൻഡോളം നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ ക്യാരറ്റ് തോരൻ അങ്ങോട്ട് സെറ്റാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ക്യാരറ്റ് തോരൻ കേട്ടോ, അടിപൊളി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ? അങ്ങനെ ഞാനും ഉമ്മയും ഫുഡ് കഴിക്കാനായിട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. പിന്നെ പാത്തൂസിൻ്റെ വിശേഷം. പാത്തൂസിന് ഇപ്പോൾ ചുമക്ക് കുറവുണ്ട്, അല്പം ഭേദമുണ്ട് കേട്ടോ. എന്നാലും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താണെന്നറിയില്ല, നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പാത്തൂസിൻ്റെ വിശേഷങ്ങളും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ.